എമ്പുരാൻ സിനിമ എന്തായാലും മോഹൻലാലിന് നല്ല രീതിയിൽ കൈപൊള്ളിയിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം, മോഹൻലാലിന്റെ ഖേദപ്രകടനത്തിന് പിന്നാലെ ആലപ്പുഴ ഫാൻസ് അസോസിയേഷനിൽ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുകയാണ്. അവിടെ പല ഭാരവാഹികളും രാജിവെച്ചിരിക്കുകയാണ്. എന്തായാലും 40 വർഷത്തിലധികം നീണ്ടുനിന്ന അഭിനയ ജീവിതത്തിലെ സിനിമയുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുന്ന ഒരു സമയമാണല്ലേ മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം. തീർച്ചയായിട്ടും മോഹൻലാലിൻ്റെ ഈ പേരിലുള്ള ആൾ കേരള മോഹൻലാൽ ഫാൻസ് ആൻഡ് കൾച്ചറൽ വെൽഫെയർ അസോസിയേഷൻ അത് പിരിച്ചുവിടുമോ എന്ന ചോദ്യമാണിപ്പോൾ ഉയരുന്നത്. കാരണം അത്രത്തോളം ഫാൻസുകാർക്ക് പോലും അദ്ദേഹത്തിൻ്റെ ആരാധകർക്ക് പോലും ഈ സിനിമ പിരിച്ചുവിടാനില്ല, അവസാനം അതിൽ ആരെങ്കിലും കാണണ്ടേ? പശ്ചാത്തലത്തിൽ രാജിയാണ്. അതെ, ഇത് ഇപ്പോൾ ആലപ്പുഴയിൽ എനിക്ക് തോന്നുന്നു ഭാരവാഹികൾ ഒന്നടങ്കം രാജിവെച്ചിരിക്കുകയാണ്. ഇത് മറ്റു ജില്ലകളിലേക്കും വ്യാപിക്കാൻ സാധ്യതയില്ല. അല്ല, ഇതിപ്പോൾ രണ്ട് തട്ടിലാകുന്നുണ്ട്. ഈ ഖേദം പ്രകടിപ്പിച്ചതിനെ പിന്തുണയ്ക്കുന്നവർ ഒരു ഭാഗത്തുണ്ട്, ഇതിനെ എതിർക്കുന്നവർ മറുഭാഗത്തുണ്ട്. അപ്പോൾ ഖേദപ്രകടനത്തിന് പിന്നാലെ ഒരു വശം പോവുകയാണ്. തീർച്ചയായിട്ടും ഈ ഫാൻസിനുള്ളിൽ തന്നെ ഒരു തമ്മിലടി ഉണ്ടായിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ സിനിമ തന്നെ നിരോധിക്കണമെന്ന് ആവശ്യപ്പെടുന്നവരുടെ എണ്ണവും വളരെ കൂടുതലാണ്. ഈ സിനിമ നിരോധിച്ച് അത് പിൻവലിക്കണം, അത് പ്രദർശിപ്പിക്കരുത് എന്ന് ആ തരത്തിൽ ആവശ്യപ്പെടുന്നവരുടെ എണ്ണവും വളരെ കൂടുതലാണ്. എന്തായാലും മോഹൻലാലിന് ശ്രീജിത്ത് പറഞ്ഞതുപോലെ കൈ പൊള്ളിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഈ ഫാൻസ് നമ്മളെല്ലാവരും പൊതുവേ പറയാറുണ്ട്, ഈ സൂപ്പർ താരങ്ങളുടെ മെഗാ താരങ്ങളുടെ ഫാൻസ് എന്ന് പറയുന്നത് വെട്ടുകിളിക്കൂട്ടം ആണ് എന്ന് പറയാറുണ്ട്. ഈ വെട്ടുകിളികളുടെ ഒരു സ്വഭാവം അറിയാമല്ലോ, ഇതിങ്ങനെ വന്ന് ഒരു പ്രദേശം ആക്രമിച്ച് അവിടെയുള്ള ഭക്ഷ്യധാന്യങ്ങളെല്ലാം തിന്ന് നശിപ്പിച്ച് അങ്ങ് കടന്നു പോകുന്നവരാണ്. അല്ലെങ്കിൽ അവിടെ കൃഷി ചെയ്തിരുന്ന എന്താണോ അതിനെ മൊത്തത്തിൽ നശിപ്പിച്ചിട്ട് അത് തിന്ന് മതിച്ച് പോകുന്ന ഒരു കൂട്ടം ഇതായിട്ടാണ് ഈ വെട്ടുകിളികളെയൊക്കെ പൊതുവെ അങ്ങനെയാണ് നമ്മളതിനെ പരാമർശിക്കാറ്. നമ്മളെ സമൂഹത്തിൽ അങ്ങനെയാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. ഇവർക്ക് വലിയ ശക്തിയുള്ളതാണ്. ആ ദിവസങ്ങളിലെല്ലാം ഇപ്പോൾ മോഹൻലാലായാലും മമ്മൂട്ടി ആയാലും വിജയ് ആയാലും പല പ്രമുഖ നടന്മാരുടെയും ഈ ഫാൻസാണ് ആദ്യ ദിവസങ്ങളിൽ കയറി വലിയൊരു തരംഗം ഉണ്ടാക്കുന്നത്. അതെ, അത് കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിൽ രജനീകാന്ത് ഒക്കെ, നമുക്ക് തെലുങ്കിൽ നമുക്കറിയാമല്ലോ, അല്ലു അർജുൻ, ഇപ്പോൾ അതുപോലെ രാം ചരൺ ഒക്കെ വലിയ രീതിയിൽ ഫാൻസുകാർ ഈ നടന്മാരെ പിന്തുണയ്ക്കുന്നു. അവരുടെ വിജയുടെ സിനിമ ഇറങ്ങുമ്പോൾ ആദ്യത്തെ ഒരു 2 ദിവസം സാധാരണക്കാർ കയറിയില്ലെങ്കിലും വലിയ പ്രശ്നമില്ല. ഈ ഫാൻസിന്റെ വലിയ തള്ളിക്കയറ്റം. അതെ, ആദ്യത്തെ ഒരാഴ്ചയോളം അങ്ങനെയാണ്. തമിഴ്നാട്ടിൽ പൊതുവെ അങ്ങനെയാണ്. ഇപ്പോഴും രജനീകാന്തിന്റെ സിനിമകൾക്ക് ആ മാർക്കറ്റുണ്ട്. പിന്നെ അവർ ഈ ഫാൻസുകാർ വലിയ പൂജയും പാലഭിഷേകവും ഒക്കെ നടത്തിയാണ് ഈ സിനിമയുടെ ആദ്യത്തെ ദിവസങ്ങൾ ആഘോഷിക്കുന്നത്. മാത്രമല്ല, ഈ ഫാൻസുകാർ പല സേവന പ്രവർത്തനങ്ങളും ഇതിൻ്റെ പേരിൽ ചെയ്യുന്നുണ്ട്. അതുമൊക്കെ ഈ നടന്മാരൂടെ അറിഞ്ഞുകൊണ്ടാണ് അതൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കറിയാം, സുരേഷ് ഗോപി ചാരിറ്റി ചെയ്യുന്നുണ്ട്. സുരേഷ് ഗോപിക്ക് അതിന് വേണ്ടിയിട്ട് ഈ മകളുടെയൊക്കെ പേരിൽ ഒരു ട്രസ്റ്റ് ഉണ്ട്. ആ ട്രസ്റ്റ് വഴിയാണ്, പല ട്രസ്റ്റുകളുണ്ട് അദ്ദേഹത്തിന്, അതിലെ ട്രസ്റ്റുകൾ വഴിയൊക്കെയാണ് അദ്ദേഹം അത് ചെയ്യുന്നത്. മോഹൻലാൽ അത് ചെയ്യുന്നുണ്ട്, വിശ്വശാന്തി ഫൗണ്ടേഷനൊക്കെ നമുക്കറിയാം. മമ്മൂട്ടി അത് ചെയ്യുന്നുണ്ട്. നടന്മാർ പൊതുവെ ഈ നായക നടന്മാരാകുന്ന സൂപ്പർ മെഗാ താരങ്ങളൊക്കെ അത്തരത്തിലുള്ള സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. കാരണം അവർക്കത് അവരുടെ കുറച്ച് പണം കൂടുതൽ കയ്യിൽ വരുമ്പോൾ ഇതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ ഈ ഫാൻസുകാർ കുറെ കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. അവർ ഈ പറയുന്നത് പോലെ ആരാധന മൂത്ത് ഭ്രാന്തായി എന്തും ചെയ്യുന്ന ഒരവസ്ഥയുണ്ട് ഫാൻസുകാർക്ക്. ഇപ്പോൾ നമുക്കറിയാം, തമിഴ്നാട്ടിലൊക്കെ നടന്മാർക്ക് വേണ്ടി MGR ഒക്കെ പണ്ട് സുഖമില്ലാതെ കിടന്ന സമയത്ത്, എൻ്റെ വളരെ കൊച്ചിലെയാണ് ഞാൻ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ട്, ചിലർ ഈ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി. MGRന് അസുഖം കൂടി എന്ന് വാർത്ത, അദ്ദേഹം അവസാനം കിഡ്നിക്കൊക്കെ കംപ്ലൈൻ്റ് ആയിട്ട് ആശുപത്രിയിൽ കിടക്കുകയാണ്. അപ്പോൾ മരണാസന്നനായിട്ട് കിടക്കുന്ന അവസരത്തിൽ വന്നിട്ട് ദേഹത്തൂടെ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി ആത്മഹത്യ ചെയ്യുന്ന പ്രവണത, ഇതൊക്കെ ലോകത്തുണ്ടായിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ ഈ പറയുന്നത് പോലെ ഫാൻസുകാർ വളരെ ശക്തരാണ്, മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും. പിന്നെ അത് കഴിഞ്ഞ് സുരേഷ് ഗോപിക്ക് വന്നു. പിന്നെ അതുപോലെ മറ്റ് നടന്മാർക്കൊക്കെ ഫാൻസ് ഉണ്ടായിട്ടുണ്ട്. ദിലീപിൻ്റെ ഫാൻസ് നമുക്കറിയാം, വളരെ ശക്തമായിരുന്നു. പിന്നെ ദിലീപ് കേസിൽ പെട്ടതോടുകൂടിയാണ് അവരുമൊക്കെ ഛിന്ന ഭിന്നമായി പോയത്. ഇപ്പോൾ ഈ പറയുന്നത് പോലെ മോഹൻലാലിനും അങ്ങനെ സമാനമായൊരു അവസ്ഥ വരുന്നോ എന്നുള്ള ചോദ്യമാണ് പൊതുവെ ഉയരുന്നത്. ഈ ഫാൻസുകാർ തമ്മിലടിച്ച് 2ഉം 3ഉം കഷ്ണങ്ങളായിട്ട് ചെതറി അതങ്ങനെ അങ്ങ് പോകും. അതുപോലെ തന്നെ ഈ സിനിമ അനുകൂലിച്ച് വന്നവരുണ്ട്, അതുപോലെ ഖേദപ്രകടനത്തെ അനുകൂലിച്ച് വന്നവരുണ്ട്, സിനിമ നിരോധിക്കണം എന്നാവശ്യപ്പെട്ടവരുണ്ട്. ഇവരെല്ലാവരുമുണ്ട്. ഈ ഏതെങ്കിലും ഒരു നടൻ്റെ വീഴ്ച ആഘോഷിക്കുന്ന ആൾക്കാരുമുണ്ട്. ഇപ്പോൾ ഈ പറയുന്നത് പോലെ മോഹൻലാലിന് സമാനമായ ഒരു മെഗാതാരമായി നിൽക്കുന്നത് മമ്മൂട്ടിയുണ്ട്. അതുപോലെ വളർന്നു വരുന്ന നടന്മാരുണ്ട്, ചെറുപ്പക്കാരുണ്ട്. അവരുടെയൊക്കെ ഫാൻസുകാർ ഇതിൽ സന്തോഷിക്കും. കാരണം ഇദ്ദേഹം വീണാൽ ആ സ്ഥാനത്തേക്ക് നമ്മുടെ ആരാധനാപാത്രമായിരിക്കുന്ന
നടൻ എത്തുമല്ലോ, ഇങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആൾക്കാരും. അപ്പോൾ അതെല്ലാം ഈ പറഞ്ഞതുപോലെ ഈ ഫാൻസുകാർ പൊതുവേ, പിന്നെ ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പല ഫാൻസ് അസോസിയേഷനുകളിലും ഗുണ്ടകൾ കടന്നുകൂടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ പൾസർ സുനിയെ പോലെയുള്ളവർ, ആ കേസിൽ നടിയെ ആക്രമിച്ച കേസിൽ പ്രതിയായ പൾസർ സുനിയെ പോലെയുള്ളവർ ഈ തരത്തിൽ ഈ ഫാൻസുകാരുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ നടന്മാരുടെ കൂട്ടത്തിൽ അവരുടെ സഹായിയൊക്കെ ആയിട്ട് കൂടി ഇങ്ങനെ ഉള്ള കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ നമുക്ക് തിരുവനന്തപുരത്ത് തന്നെ നമുക്ക് പലരെ അറിയാം. പേരെടുത്ത് പറഞ്ഞ് പുറത്തു വന്ന വിവരങ്ങളനുസരിച്ച് പല ഗുണ്ടകളും പല നടന്മാരുടെയും എന്താ പറയുക, അവരെ ആശ്രയിച്ചൊക്കെ നിൽക്കുന്നവരാണ്, അവർക്ക് സഹായകരമായിട്ട് നിൽക്കുന്നവരാണ്. എന്തിനാണ് ഈ ഗുണ്ടകളെയും കൊട്ടേഷൻ വർക്ക് ചെയ്യുന്നവരെയൊക്കെ ഇവർ കൊണ്ടു നടക്കുന്നത്? അപ്പോൾ അതിലൊക്കെ ഒരു അസ്വാഭാവികതയുണ്ട്, അതിനകത്തൊക്കെ എന്തോ ദുരൂഹതകളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവണതകളും പ്രശ്നങ്ങളും ഒക്കെ ഈ ഫാൻസുകാരെ കേന്ദ്രീകരിച്ചുണ്ട്. എന്തായാലും മോഹൻലാലിന്റെ ഈ 40 വർഷത്തെ കരിയറിൽ ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുന്നതിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം അദ്ദേഹത്തിന്റെ ഈ സിനിമ മാത്രമല്ല, വരും സിനിമകളിലും ഇത്തരം ഫാൻസിന്റെ തകർച്ചകൾ സ്വാധീനിക്കില്ലേ? നമ്മൾ മനസ്സിലാക്കേണ്ടത് മോഹൻലാൽ വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഇപ്പോൾ ഇത് മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ വെല്ലുവിളി മാത്രമല്ല, അദ്ദേഹത്തിന് പ്രായം കൂടുന്നു, ഇനി നായകനായിട്ട് അഭിനയിക്കാനുള്ള അവസരങ്ങൾ കുറയുന്നു. ഒരു മിനിമം ഗ്യാരണ്ടി മോഹൻലാൽ മമ്മൂട്ടി ചിത്രങ്ങൾക്ക് കേരളത്തിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതൊരു സത്യമാണ്. പക്ഷേ അതിൻ്റെ ശക്തി കുറഞ്ഞു വരികയാണ്. അപ്പോൾ അതിനെ ദുർബലപ്പെടുത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ കൂടെ ആകുമ്പോൾ എന്താ സംഭവിക്കുക? വളരെ പെട്ടെന്ന് അതിൻ്റെ ആക്കം കൂടും, അതിന് വേഗം കൂടും, ആ തകർച്ചയ്ക്ക്. ഇവിടെ അങ്ങനെ ഒരു തകർച്ചയിലേക്കാണ് മോഹൻലാൽ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പൊതുവേ നമുക്ക് കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ മനസ്സിലാകുന്നത്. ഇതിൽ നിന്ന്, ഈ പ്രതിസന്ധിയിൽ നിന്ന് അദ്ദേഹം എങ്ങനെ കരകയറും? മാത്രമല്ല ഒരു 5-6 വർഷം മുമ്പുള്ള മോഹൻലാലിനെയും ഇന്നത്തെ മോഹൻലാലിനെയും തമ്മിൽ നമ്മളൊന്ന് താരതമ്യം ചെയ്ത് നോക്കും. അല്ലെങ്കിൽ ഒരുപാട് സമയമൊന്നും വേണ്ട, ഏതാണ്ട് ഒരു 2-3 വർഷം മുമ്പുള്ള മോഹൻലാലിനെയും ഇന്നത്തെ മോഹൻലാലിനെയും ഒന്ന് താരതമ്യം ചെയ്ത് നോക്കും. വലിയ വ്യത്യാസമുണ്ട് അദ്ദേഹത്തിൻ്റെ അഭിനയത്തിൽ, ആ ശൈലിയിൽ ഒക്കെ, അദ്ദേഹത്തിൻ്റെ ആ മുഖത്ത് വരുന്ന ഭാവങ്ങളിൽ പോലും വലിയ വ്യത്യാസമുണ്ട്. അത് തീർച്ചയായും സ്വാഭാവികമാണ്. പ്രായവും ഒക്കെ ഈ ആരോഗ്യവുമല്ല അതിനെ ബാധിക്കുമെന്നുള്ളത് സത്യമാണ്. കാലം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ, അദ്ദേഹത്തിൻ്റെ ആ നടന വൈഭവത്തെ, ശൈലിയെ ഒക്കെ, നാട്യത്തെ ഒക്കെ, ആ നടന രീതിയുണ്ടല്ലോ അതിനെയൊക്കെ ബാധിക്കും, അത് സത്യമാണ്. ഇപ്പം മമ്മൂട്ടി നമുക്കറിയാമല്ലോ, ഇൻസ്പെക്ടർ ബൽറാമിൽ അഭിനയിച്ച മമ്മൂട്ടിക്ക് ഇന്ന് അതുപോലൊരു പോലീസ് വേഷം ചെയ്യാൻ സാധിക്കില്ല. നമുക്ക് നല്ലവണ്ണം അറിയാം. ആ ഇൻസ്പെക്ടർ ബൽറാം, ആവനാഴിയൊക്കെ ഇറങ്ങിയ കാലത്ത് അന്നത്തെ ആ സിനിമ അദ്ദേഹത്തിന്റെ പ്രേക്ഷകരെയും ആരാധകരെയും വിശ്വാസമുണ്ട്. അദ്ദേഹം അതിനനുസരിച്ചുള്ള സിനിമകളെ ചെയ്യും. അപ്പോൾ ആ ഒരു വ്യത്യാസം നമുക്ക് ഇവിടെ ഉണ്ട്. മോഹൻലാൽ സംഭവിച്ചു പോയത്, അദ്ദേഹം ഈ എന്താ പറയണ്ടേ, കാലത്തിൻ്റെ ഒരു തള്ളിക്കയറ്റത്തിൽ മുൻപിൻ ചിന്തിക്കാതെ വലിയ ആലോചനയൊന്നും കൂടാതെ പ്രവർത്തിച്ചതായിരിക്കാം. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഫാൻസുകാർ തന്നെ ഒരു വിഭാഗം അദ്ദേഹത്തെ എതിർത്തുകൊണ്ട്, അല്ല അദ്ദേഹത്തെ തള്ളി പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ ആലപ്പുഴയിൽ രാജിവെച്ച ബിനുരാജ്, അയാൾ അതിൻ്റെ എന്തുകൊണ്ട് രാജിവെക്കുന്നു എന്നുള്ള കാരണം പറഞ്ഞിട്ടില്ല. പക്ഷെ കാരണം പറയാത്തിടത്തോളം നമുക്കറിയില്ല എന്താണ് കാരണം എന്നുള്ളത്. അതിൽ കാരണം ഇതൊക്കെയാണെങ്കിൽ, അല്ല രാജി മാത്രമല്ലല്ലോ, അദ്ദേഹത്തിന്റെ സാധാരണക്കാരായ ആരാധകർ മുഴുവനായി തന്നെ അദ്ദേഹത്തെ തള്ളിപ്പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് സോഷ്യൽ മീഡിയയിൽ വളരെ വ്യക്തമാണ്. ഇന്നലെ വരെ മോഹൻലാലിനെ പൂവിട്ട് പൂജിച്ചിരുന്നവർ ഇന്ന് കല്ലെറിയുന്ന ഒരു കാഴ്ചയാണ് സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നത്. അത് നിസ്സാരമായിട്ട് തള്ളിക്കളയാവുന്നതല്ല. അപ്പോൾ ഒരിക്കലും മോഹൻലാലിൽ നിന്ന് പ്രതീക്ഷിക്കാത്തത്, മോഹൻലാൽ ഇത് ചെയ്യും എന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇങ്ങനെ ഒരു സിനിമ മോഹൻലാൽ അഭിനയിക്കും, അതിൻ്റെ ഭാഗമാകും എന്നാരും പ്രതീക്ഷിച്ചിരുന്നില്ല. അതാണ് മോഹൻലാലിന് ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കുന്നത്. പ്രേക്ഷകരുടെ പ്രതീക്ഷകളെ നശിപ്പിക്കുന്ന, അല്ലെങ്കിൽ അതിനെ തകിടം മറിക്കുന്ന തരത്തിൽ സ്വന്തം അദ്ദേഹത്തിൻ്റെ തന്നെ ആരാധകർ, അദ്ദേഹത്തിൻ്റെ ഫാൻസുകാർ, അദ്ദേഹത്തെ തലയിലേറ്റി വെച്ച് നടന്നിരുന്ന ആൾക്കാർ, അവരാണിപ്പോൾ വലിച്ച് താഴെ ഇട്ടിരിക്കുന്നത് അദ്ദേഹത്തെ. ആ സത്യം അദ്ദേഹം തിരിച്ചറിയണം. ഇനിയെങ്കിലും ഈ എമ്പുരാൻ്റെ കാര്യത്തിൽ ഈ പറഞ്ഞതൊന്നും പോരാ. കേരളത്തിൽ പൊതുവെ ഇപ്പോൾ മമ്മൂട്ടിയാണെങ്കിൽ മോഹൻലാൽ ആരാധകർ അവരെ എതിർക്കും, മോഹൻലാലാണെങ്കിൽ മമ്മൂട്ടി ആരാധകർ എതിർക്കും. പക്ഷെ ഈ സിനിമ ഇറങ്ങിയപ്പോൾ മറിച്ച് സ്വന്തം ആരാധകർ തന്നെയാണ് എതിർക്കുന്നത്. ഈ മമ്മൂക്കയുടെ ആരാധകരല്ല, മറിച്ച് മോഹൻലാലിന്റെ തന്നെ ആരാധകരാണ് വലിയ എതിർപ്പുമായിട്ട് രംഗത്ത്. സിനിമയോടുകൂടി തന്നെ മോഹൻലാലമായ കാഴ്ച നമ്മൾ കാണുകയാണ് കേരളത്തിൽ. എന്തായാലും ഈ തൊലിപ്പുറത്തെ ചികിത്സ കൊണ്ട് ഇത് അടക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മോഹൻലാൽ അതിശക്തമായ നിലപാടുകളിലേക്ക് പോകേണ്ടി വരും.
എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ സിനിമ പിൻവലിക്കാൻ പോലും അദ്ദേഹം ചിന്തിക്കുന്നുണ്ടാകും എന്ന് തോന്നുന്നു. എന്തായാലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കടുത്ത തീരുമാനങ്ങൾ വരാതെ ഈ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ വിവാദങ്ങളും പ്രശ്നങ്ങളും ഈ പ്രതിസന്ധി അതിജീവിക്കാൻ അദ്ദേഹത്തിന് സാധിക്കില്ല എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ തോന്നുന്നത്. അതുപോലെ തന്നെ പൃഥ്വിരാജിനെ സംബന്ധിച്ചും ഈ പൃഥ്വിരാജുമായിട്ട് കൂട്ടുചേർന്ന് ഇനിയൊരു സിനിമ ചെയ്യണമോ വേണ്ടേ, അത്തരം കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ ഈ ഫാൻസുകാർക്ക് അഭിപ്രായമുണ്ടാകും. അവരിതൊക്കെ പറയും പല രീതിയിൽ. അത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് മനസ്സിലാക്കുന്നത് മോഹൻലാലിനെ തീർച്ചയായിട്ടും എതിർക്കുന്നുണ്ട് ആൾക്കാർ. പക്ഷെ അതിൻ്റെ എത്രയോ ഇരട്ടിയാണ് പൃഥ്വിരാജിനെതിരെയുള്ള ആക്രമണം. പൃഥ്വിരാജിനെ വളരെ രൂക്ഷമായിട്ട് വിമർശിക്കുകയും സൈബർ ഇടങ്ങളിൽ അറ്റാക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇനി മോഹൻലാൽ കൂടുതൽ ആലോചിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഈ ആൻ്റണി പെരുമ്പാവൂരാണല്ലോ ഇതിൻ്റെ നിർമ്മാതാവ്. ആൻ്റണി പെരുമ്പാവൂരിന് വലിയ എതിർപ്പ് നേരിടേണ്ടി വരുന്നുണ്ട്. ഒരു നിർമ്മാതാവ് എന്നുള്ള നിലയിൽ നമുക്കറിയാം, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചില വിവാദങ്ങൾ ഉണ്ടായതാണ്. ആൻ്റണി പെരുമ്പാവൂരും നമ്മുടെ നിർമ്മാതാവ് സുരേഷ് കുമാറും തമ്മിൽ ചില വിവാദങ്ങളൊക്കെ ഉണ്ടായതാണ്. അത് എങ്ങനെയൊക്കെയോ പരിഹരിക്കപ്പെട്ട് അങ്ങ് പോയി. പക്ഷേ ഇപ്പോൾ ആ സുരേഷ് കുമാർ പറഞ്ഞ പല കാര്യങ്ങളും ശരിയല്ലേ എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. അത് ആൻ്റണി പെരുമ്പാവൂരിനും മോഹൻലാലിനുമൊക്കെ വലിയ തോതിൽ ദോഷം ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഈ പ്രതിസന്ധി നിസ്സാരമല്ല. ഇത് മറികടക്കാൻ അറ്റകൈ പ്രയോഗം തന്നെ വേണ്ടിവരും.